കൊള്ളിയർക്ക് വേറെ പുസ്തകമൊക്കെ അരച്ച് കളിക്കുക. അതുകൊണ്ട് വേറെ പുസ്തകം പോലും കൊണ്ടുവരികയല്ല. കാരണം അതുപോലെ തിട്ടം ഇനി കൊണ്ടുവന്നാലോട്ട് തുറക്കത്തുമില്ല. ദൈവദാസനൊക്കെ തുറക്കുന്നതിൽ അഭിനന്ദിക്കുന്നു. സ്തോത്രം. ചിലക്ക് തിട്ടമായതുകൊണ്ട് തുറക്കത്തില്ല, മാറ്റി വെച്ചിരിക്കുക. നല്ല കാര്യമാണ്. തിട്ടമുണ്ടല്ലോ, തന്നെയല്ലോ കൊണ്ടുവന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇപ്പൊ ഞങ്ങളുടെ ചില ഉപദേശിമാർ വേറെ പുസ്തകം ഔട്ട് ഓഫ് ഫാഷനാണ്, പിന്നെ കൊണ്ടുവരുന്നതല്ല. എസ്തേർ 4:3 വായിക്കാൻ പറഞ്ഞപ്പോൾ തോന്നുന്നത് എസ്തേറിനെ കാണുന്നില്ല, ലില്ലിക്കുട്ടി ഇറങ്ങി വരിക. ഇവിടെ ഇവളെന്നെ അവൾ വന്ന രീതി ഒന്നും ഞാൻ പറഞ്ഞത്. എസ്തേറിനെ ഞാൻ തോണ്ടിയത്. എസ്തേർ എന്ത് ചെയ്തിട്ട് വരുന്നില്ല, വന്നതല്ല, മനസ്സിലായി കാണും. പിന്നെ അവൻ ചെന്നാൽ ലില്ലിക്കുട്ടിയെ കണ്ടേച്ചാ പിന്നെ ഇവിടെ ഒത്തിരി നാളായില്ലോ നിന്നെ കണ്ടിട്ട്. അത് പറയുന്നില്ലെങ്കിൽ ആശയം കേൾക്കാം. പക്ഷേ ഇത് എസ്തേർ തോണ്ടിയാൽ എസ്തേർ തന്നെ വരുള്ളൂ, ലില്ലിക്കുട്ടി ഇതിനകത്തില്ല കേട്ടോ. എസ്തേറും ഇയ്യോബും സങ്കീർത്തനവും സദൃശമാക്കുമോ? ഒരു കാര്യം ഇണങ്ങിയാലും പിണങ്ങിയാലും കൊള്ളാം. നീ ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ വേദവസ്തുവായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഇതാണ് അതിന്റെ യോഗ്യത, ഇതാണ് അതിന്റെ മാന്യത, ഇതാണ് അതിന്റെ അന്തസ്സ്. ഇതാ ടാബ് വേണ്ടെന്നല്ല, മൊബൈൽ വേണ്ടെന്നല്ല, കമ്പ്യൂട്ടർ വേണ്ടെന്നല്ല, മോശമാണെന്നല്ല. പക്ഷേ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് നീ നിൽക്കുമ്പോൾ ഇതുമായിട്ട് നിൽക്കുന്നത് ആ യോഗ്യത. ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി. ദൈവത്തിന് മഹത്വം. ഈ തിരുവെടുത്ത് കയ്യിൽ ലഭിച്ചത് ഭാഗ്യം. ഹല്ലേലൂയ.